السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ലോക വിശ്വാസികളെല്ലാവരും. പരമാനന്ദത്തോടുകൂടെ പരിശുദ്ധ റമദാനിനെ യാത്രയാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന വലിയ ചടങ്ങുകൾ നടക്കാറുണ്ട്. വിവാഹം പോലെയുള്ളത്, സമ്മേളനങ്ങളൊക്കെ. അന്ന് രാവിലെ അല്ല നമ്മളതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക, നേരത്തെ ഒരുങ്ങും. വിവിധ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തും. എന്നിട്ടാണ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വിജയിച്ച സന്തോഷത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനർഘമായൊരു ആഘോഷ സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. ആത്മീയതയുടെ ആഘോഷം, വിജയത്തിൻ്റെ ആഘോഷം. മാനവനായ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളുടെ സന്ദർഭം. ആ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന് വേണ്ടി കല്യാണത്തെക്കാളും സമ്മേളനത്തെക്കാളും ഒരുങ്ങി തയ്യാറെടുപ്പ് നടത്തി ശ്രദ്ധാപൂർവം തീരുമാനങ്ങളെടുത്ത് അവസാനം അതൊക്കെ നടപ്പിലാക്കിയ സായുജ്യത്തിലാവണം ഈ റമദാനിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മുന്നൊരുക്ക പ്രഭാഷണം നടത്തിയത് നമുക്ക് ഹദീസുകളിൽ കാണാം. ഷഅബാൻ്റെ ലാസ്റ്റ് സമയത്ത് അവിടുന്ന് യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ ലഖദ് അദല്ലക്കും ശഹ്റുൻ അദീം ഷഹ്റുൻ മുബാറകുൻ ഫീഹി ലൈലത്തുൻ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ ജഅലല്ലാഹു സിയാമഹു ഫരീള വജഅല ഖിയാമ ലൈലിഹി തതവ്വുഅ ഫമൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഇങ്ങനെ അത്യാവശ്യം ദീർഘമായൊരു പ്രഭാഷണം ഒരു റമദാനിൻ്റെ മുന്നൊരുക്കമായി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ നമുക്ക് ഹദീസുകളിൽ കാണാനാകും. വിശ്വാസികളെ, നിങ്ങൾക്ക് വിശുദ്ധമായ പവിത്രമായൊരു മാസം നേരിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ പദം. അയ്യുഹന്നാസ് ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം. ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു. ആ നാട്ടിൽ അതിൻ്റെ പ്രസക്തി നമുക്ക് ഈ നാട്ടിൽ മനസ്സിലാവുന്നതിനേക്കാൾ മനസ്സിലാവും. കാരണം അവർ ദീർഘമായ യാത്രക്കാരാണ്. ഈ യാത്രയിലുടനീളം വെയിൽ കൊള്ളാനാണ് അവരുടെ പണി. കയറി നിൽക്കാനൊന്നും നല്ല സംവിധാനങ്ങളുണ്ടാവില്ല. കണ്ണെത്താ ദൂരം മരുഭൂമിയായിരിക്കും. ആ സമയത്തൊരു മേഘം നേരിട്ടിങ്ങനെ വന്നാലുള്ളൊരു സായുജ്യം. ഒരു മേഘം ഇങ്ങനെ വന്നു അവരുടെ മുകളിലെത്തുന്നു. അപ്പം അതിൻ്റെ കഠിനമായ വെയിൽ ഇത്തിരി നേരം ഒരു ആശ്വാസത്തും കിട്ടുന്നു. അപ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. ആ ഒരു പശ്ചാത്തലം വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം, അവരുടെ അനുഭവം വെച്ചാണ് റസൂൽ പറയുന്നത്. ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം. വളരെ മഹത്വമേറിയ ഒരു മാസം നിങ്ങൾക്ക് നിഴൽ വിരിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഓരോന്ന് എണ്ണി പറയുന്നു. ആ മാസത്തിൽ പകൽ നോമ്പനുഷ്ഠിക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. രാത്രി പ്രത്യേകമായ തറാവീഹ് നിസ്കാരം സുന്നത്താക്കിയിട്ടുണ്ട്. ആരെങ്കിലും ആ ഒരു മാസത്തിൽ ഒരു ഫർള് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ ഇതര മാസങ്ങളിൽ 70-ലധികം ഫർളുകൾ അനുഷ്ഠിച്ച പ്രതിഫലത്തിനുടമയാണ്. ആരെങ്കിലും ആ മാസത്തിൽ ഒരു സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റു മാസങ്ങളിൽ ഒരു ഫർള് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. അങ്ങനെ ദീർഘാണ് ഹദീസ്. ഷഹ്റുൽ മുവാസാത്ത് എന്നൊരു പ്രയോഗം ഉണ്ട് അതിൽ റസൂലിൻ്റെ പ്രഭാഷണത്തിൽ. അത് ചാരിറ്റിയുടെ മാസമാണ് അതിൻ്റെ അർത്ഥം. പരസ്പരം സഹായം ചെയ്യേണ്ട മാസം, ദാനം ചെയ്യേണ്ട മാസം. ഒരാളും വിഷമം അനുഭവിക്കാത്ത വിധം
അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മാസം. അതോടൊപ്പം വിശ്വാസിയുടെ ഭക്ഷണത്തിൽ ആ മാസത്തിൽ വർധനമുണ്ടാവുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റമദാനിന് വേണ്ടി മുന്നൊരുങ്ങുക എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് നമ്മൾ റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ടത്? ആത്മീയമായും ഭൗതികമായും നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. നമ്മുടെ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷആയിറുകൾ, ദീനിൻ്റെ ചിഹ്നങ്ങൾ, അതിനെ മാനിക്കുക എന്നത്, ആദരിക്കുക എന്നത് ഹൃദയഭക്തിയുടെ ഭാഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധമായ വേദത്തിൻ്റെ അവതരണത്തിന് വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ഈ മാസം ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും വേണ്ടി നമ്മുടെ സഹോദരിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീടും പരിസരവും വൃത്തിയാക്കിയും മറ്റുമുള്ള മുന്നൊരുക്കങ്ങൾ ഈ ആദരവിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നത്തിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടത് ഹൃദയഭക്തിയുടെ ലക്ഷണം. അപ്പോൾ നമ്മളൊക്കെ അതിൽ നമ്മളെ കൊണ്ടാകും വിധത്തിൽ പങ്കെടുക്കണം. മാറി നിൽക്കരുത്. അത് അവരുടെ ഒരു ചടങ്ങാന്നും പറഞ്ഞിട്ട് നമ്മൾ വിട്ടു നിൽക്കരുത്. നനച്ചുകുളി എന്നൊക്കെയാണ് നമ്മുടെ മലപ്പുറത്ത് അതിൻ്റെ പരിപാടി, അതിൻ്റെ പേര്. നനക്കാതെ സാധാരണഗതിയിൽ കുളിക്കാറുണ്ടോയെന്നൊക്കെ നമ്മൾ വെറുതെ നിരൂപണം നടത്തുന്നതിനൊരർത്ഥമില്ല. വീടും പരിസരവും അവരുപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നനച്ച് കഴുകി പിന്നെ കുളിക്കുന്നതാണ് ഈ നനച്ചുകുളി. അതുകൊണ്ട് ഒരു ഇഞ്ച് വിടാതെ അവർ വൃത്തിയാക്കും, പരിസരം വൃത്തിയാക്കും. അല്ലെങ്കിലും നമ്മുടെ വീട് നജസിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കേണ്ടത് നിർബന്ധമാണല്ലോ. റഹ്മത്തിൻ്റെ മാലാക്കന്മാർ ഫോട്ടോയുള്ളടത്തേക്ക് വരില്ല നമുക്കറിയാം. നജസുള്ള അടുത്തേക്ക് വരില്ല, നായ ഉള്ളവിടത്തേക്ക് വരില്ല. അപ്പോൾ വീട്ടിനകത്തു കൂടെ ഒക്കെ അങ്ങനെ നായനെ കൊഞ്ചിച്ച് വളർത്തുന്നൊരു ശൈലി വളർന്നു വരുന്നുണ്ട്. ആ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് കാരുണ്യത്തിൻ്റെ മാലാക്കന്മാർ ഇറങ്ങി വരില്ല. പരിശുദ്ധ റമദാനിൽ കാരുണ്യത്തിൻ്റെ മാലാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീട് അനുഗ്രഹീതമാവണം. അതുകൊണ്ട് എലിയുടെ കാഷ്ടവും പല്ലിയുടെ വിസർജ്യവും റാക്കിലുള്ളതും തട്ടിലുള്ളതൊക്കെ ഒഴിവാക്കി വേണം റമദാനിന് ഒരുങ്ങാൻ. അതേപ്രകാരം ചിലന്തിയുടെ ആ ഒരു നെറ്റ്, മാറാല, നജസാണത്. ഒരു ക്ഷുദ്രജീവിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേസ്റ്റാണ് ആ സാധനം. അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ തളം കെട്ടി നിൽക്കാൻ പാടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിച്ചേർന്ന് നിൽക്കാൻ പാടില്ല. എല്ലാം വൃത്തിയാക്കി അവർ പരിശുദ്ധ റമദാനിന് ഒരുങ്ങുന്നു. റമദാനിൻ്റെ ഒന്നാമത്തെ കൂലി അടിച്ചു മാറ്റുന്നവർ നമ്മുടെ സഹോദരിമാരാണ് ഈ ഒരു നനച്ചുകുളി പരിപാടിയിലൂടെ. പിന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്. പൊടി മസാലകളൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ട്. അതൊക്കെ റമദാനിനെ മാനിച്ചുകൊണ്ടാവുമ്പോൾ അതിനും ശ്രേഷ്ഠതയും പുണ്യവും കിട്ടും. എന്തുകൊണ്ട്? റമദാനാവട്ടെ, എന്നിട്ട് ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചാൽ നല്ലൊരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അത് മുന്നേ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ റമദാനിലെ ഓരോ സെക്കൻഡും നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തായാലും അരി പൊടിച്ചത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാസങ്ങളോളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ റമദാനിൻ്റെ മുന്നോടിയായിട്ട് അതൊക്കെ ശരിയാക്കി വെക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ പെരുന്നാളിനുള്ള ഡ്രസ്സ് ഷോപ്പ് ചെയ്യേണ്ടത് പോലും റമദാനിൻ്റെ മുന്നിലാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത് ഷോപ്പ് ചെയ്യുന്നൊരു സമ്മർദ്ദം എത്തും. അവസാനത്തെ 10 ശരിക്കും പറഞ്ഞ കാലങ്ങളായിട്ട് ഷോപ്പിങ്ങിൻ്റെ 10ആണ്. നരകമോചനത്തിൻ്റെ 10 എന്നതിനേക്കാൾ അത് ഷോപ്പിങ്ങിൻ്റെ 10ആയിട്ട് തരം താഴ്ന്നിട്ടുണ്ട്. അസമയത്ത് നമുക്കൊരു ഡ്രസ്സിൻ്റെ കഷ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പോൾ ടെക്സ്റ്റൈൽസുകാരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയി മേടിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കാര്യം നടക്കും. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 10 ദിവസങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങാടിയിലൂടെ ചെലവഴിക്കേണ്ടി വരാതിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 മുഴുവനായിട്ട് ഇഅ്തികാഫിരുന്നു എന്ന സഹീഹായ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. അവിടുന്ന് അരയുടുപ്പ് മുറുക്കി എന്നാണ്. അതൊരു പ്രയോഗമാണ്. എന്തിനു വേണ്ടി? പ്രത്യേകമായി തയ്യാറെടുപ്പ് നടത്തും എന്നുള്ളതില്ല. അവസാനത്തെ 10 മുഴുവനായിട്ട് ഇഅ്തികാഫിരിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ അതിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ജോലിക്ക് പോകേണ്ട സമയമൊക്കെ ഒഴിവാക്കി ബാക്കിയെങ്കിലുമൊക്കെ നല്ലൊരു പള്ളി തിരഞ്ഞെടുത്ത് അവിടെ ഇഅ്തികാഫിന് ഇരിക്കണം. ആ സമയത്ത് ഷോപ്പിലൂടെ നടന്നാൽ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ മുന്നിൽ എന്താ അനുഭവം ഉണ്ടാവൽ? അവർ വാച്ച്മാൻമാർ ഷട്ടറടക്കും, ഉള്ളിൽ കൊള്ളാവുന്ന ആളുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ആളുകൾ ഊഴം കാലത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്.
നോമ്പ് തുറക്ക് സംവിധാനം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എഴുത്തിക്കാഫിന് എന്തായാലും അവിടെ സംവിധാനം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ ചെറിയ സംവിധാനം ചിലപ്പോൾ ഉണ്ടായേക്കും. അപ്പം ഷോപ്പിംഗ് നിർവഹിക്കേണ്ടത് പോലും റമദാനിൻ്റെ മുന്നിലാണ് എന്നർത്ഥം. ഏതിനുള്ള? നമ്മുടെ പെരുന്നാളിന് വേണ്ടിയുള്ള ഡ്രസ്സിൻ്റെയും മറ്റും ഈ വാങ്ങൽ നടക്കേണ്ടത് റമദാനിൻ്റെ മുന്നിലാണ്. അപ്പം ഇതൊക്കെ ഭൗതികമായ കുറേ തയ്യാറെടുപ്പുകളാണ്. നമ്മൾ ഇത്തിരിയായിട്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ള ഈ എക്സസൈസ് നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് റമദാനിലും തുടരാൻ പറ്റും വിധത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ റമദാൻ്റെ മുന്നോടിയായി ഷഅബാനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രത്യേകമായ സമയത്താണ് നമ്മളത് ചെയ്യുക. അത് റമദാനിലാവുമ്പോൾ അസമയത്ത് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, സുബഹിൻ്റെ ശേഷം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ റമദാനിൽ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് അസമയത്തേക്ക് ഇപ്പോഴേ നമ്മൾ മാറ്റുക പോലും ചെയ്യേണ്ടതുണ്ട്. എന്നാലെന്താ, ഒരു കുഴപ്പമില്ലാത്ത വിധം നമുക്ക് റമദാൻ കൊണ്ടുള്ളൊരു പ്രത്യേക ക്ഷീണത്തിലേക്ക് എത്താതെ കാര്യങ്ങൾ നടക്കും. റമദാൻ ഒന്നിനും തടസ്സമല്ല നമുക്കറിയാം. വലിയ ജോലികളൊക്കെ ചെയ്ത് നോമ്പ് മുടക്കാത്ത എത്രയോ ആളുകളുണ്ട് നമ്മുടെ അനുഭവത്തിൽ. അപ്പോഴും ഒരു ക്ഷീണം വരാതെ, കാരണം കൂടുതൽ ക്ഷീണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ ഒരു തീവ്രത നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും. ക്ഷീണിച്ചിങ്ങനെ കടന്നാലും നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷെ എന്നാലും നോമ്പിൻ്റെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തിയിട്ട് റമദാനിൻ്റെ അവസാനമാകുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ചാരിതാർത്ഥ്യം, വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പം അത് സാധാരണ എക്സസൈസൊക്കെ ചെയ്ത് ആരോഗ്യം നിലനിർത്തുന്ന ആള് റമദാനാകുമ്പോൾ പടയെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ റമദാനിൽ ഏത് സമയത്താണ് അത് പറ്റുക എന്ന് നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു സമയത്തേക്ക് നമ്മുടെ അത്തരം പരിപാടികൾ മാറ്റിവെക്കുക. അതേപ്രകാരം തന്നെയുള്ളൊരു വലിയ സംഭവമാണ്, നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നൊരു സംഭവം. എന്നുവെച്ചാൽ ഈ സോഷ്യൽ മീഡിയ, ഫോണ് പോലത്തതിനോടുള്ള അമിതമായ നമ്മുടെ ബന്ധത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് മാത്രം നെറ്റ് തുറന്ന് എല്ലാം കാണണം, എല്ലാം കേൾക്കണം, എല്ലാം നിരൂപിക്കണം, എല്ലാം അറിയണം എന്നുള്ള ശൈലിയിൽ നിന്ന് മാറുക. അറിയേണ്ടത് ദീനിൻ്റെ കാര്യങ്ങളാണ്, നോമ്പിൻ്റെ മസാലകളാണ്. അപ്രകാരം നോമ്പ് എങ്ങനെ ചൈതന്യവത്താക്കാൻ പറ്റും എന്നതാണ്. എങ്ങനെയാണ് മഖ്റജ് അനുസരിച്ച് ഖുർആൻ ഓതുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനൊന്നും ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തൂല. നമുക്കറിയേണ്ടത് അവിടെ എന്ത് നടന്നു, ഇവിടെ എന്ത് നടന്നു എന്നുള്ളതാണ്. അപ്പം റമദാനിൽ ഇതിൽ നിന്ന് സമ്പൂർണ്ണമായി റമദാൻ ഒന്ന് ഇനി മുതൽ ക്ലോസ് എന്ന് പറയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് വരാതിരിക്കാൻ ഈ ഷഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഈ സംഭവത്തുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കി കൊണ്ടുവരണം. പിന്നെ സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്ന ആളുകൾ ഡോക്ടറെ കാണണം. നോമ്പിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചറിയണം. എങ്ങനെയാണ് അവരുടെ നോമ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും അപ്രകാരം പോഷകസമൃദ്ധമായ ഭക്ഷണം പള്ള നിറച്ച് നല്ലേ ഏതൊക്കെയാണെന്നും അവരുടെ രോഗാവസ്ഥക്കും അവരുപയോഗിക്കുന്ന മെഡിസിനും പാകപ്പെട്ട ഔഷധം, അവരുടെ ഔഷധത്തിനും പാകപ്പെടുന്ന ഭക്ഷണം ഏതാണെന്നൊക്കെ തീരുമാനിച്ച് അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. വേനൽക്കാലത്താണ് പ്രാവശ്യത്തെ നോമ്പ് നമുക്കറിയാം. അതുകൊണ്ട് ജലാംശം നിലനിർത്താനുള്ള പരിപാടി വേണം. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒന്നിച്ച് കുടിക്കുക എന്നുള്ളതിനേക്കാൾ സിപ്പ് ചെയ്ത് കുടിക്കുന്നതിൻ്റെ സംഗതിയൊക്കെ നമുക്കറിയാമല്ലോ. ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ഒന്നിച്ച് കുടിച്ച് വയറ് നിറച്ചിട്ട് ഒരു പരിപാടിയും ചെയ്യാതെ വയറ് കുളത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പലരും അങ്ങനെ ഒരു അബദ്ധം ചെയ്യാറുണ്ട്. ഒന്നിച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് ഫുഡ് കഴിക്കുക. അതല്ല, പതിയെ ഉള്ള ആ ഒരു ആരോഗ്യശീലത്തിലേക്ക് നമ്മളെത്തണം. പിന്നെ സമയം ക്രമീകരിക്കുന്ന ഒരു ശൈലിയും നമുക്കുണ്ടാവണം. അത് റമദാൻ കഴിഞ്ഞിട്ട് തുടരുകയും വേണം. ബിസിനസ്സിൽ വിജയിച്ചവരെ കുറിച്ചുള്ള പുസ്തകം മലയാളത്തിൽ വാങ്ങാൻ കിട്ടും. മതവ്യത്യാസമൊന്നുമില്ലാത്ത കുറേ ബിസിനസ്സുകാർ അതിൽ പറയുന്നുണ്ട്. അവരൊക്കെ വിജയം നേടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സമയനിഷ്ഠയാണെന്ന് നമ്മൾ അറിയണം. നേരം വെളുക്കണ വൈകുന്നേരമാണ്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കണ്. ആ ഒരു ശൈലി ബുദ്ധിയുള്ള മനുഷ്യന് പറ്റുമോ? അത് പോത്ത് അങ്ങനെയാണ്, എരുമ അങ്ങനെയാണ്, മൂരി അങ്ങനെയാണ്, മറ്റ് ജീവികളൊക്കെ അങ്ങനെയാണ്. നേരം വെളുക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, കിട്ടിയതൊക്കെ കഴിക്കണ്, ഏതോ സമയത്ത് അവർ ഉറക്കു പിടിക്കണ്, അങ്ങനെ തീരുന്നു. ഇതല്ല ബുദ്ധിമാനായ വിശ്വാസിയുടെ ലക്ഷണം. സമയത്തെ എങ്ങനെ വിഹിതിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ തസൗഫിൻ്റെ കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നില്ലേ? തസൗഫിൻ്റെ കിതാബുകളിൽ ഡെയിലിയുള്ള ദിനചര്യകൾ വിശദീകരിക്കുന്നു. അതിക്കയിലൊക്കെ പ്രത്യേകിച്ച് സുബഹിക്ക് എഴുന്നേൽക്കണം, പിന്നെ എങ്ങനെ എന്നുള്ളത് കൃത്യമായി ടൈമിംഗ് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്?
സാധാരണ എന്തൊക്കെയോ ചെയ്ത് അബദ്ധത്തിൽ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുക എന്നതിനേക്കാൾ നമുക്ക് വലിയ ഗുണം കിട്ടും സമയത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ജീവിതം. കുറേ ടൈം അപ്പം ലാഭവും കിട്ടും, കുറേ ടൈം ലാഭം കിട്ടും. അപ്പോൾ അലക്കുന്നിടത്ത് മുതൽ നമ്മുടെ സ്ത്രീ സഹോദരിമാർ വീട്ടിൽ ജോലി ചെയ്യുന്നിടം വരെയും ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയും ടൈം ഉറപ്പിച്ചുമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കതുകൊണ്ട് കുറേ പ്രയാസമില്ലാതെയായി കിട്ടും, കുറേ സമയം ലാഭം കിട്ടും, കുറേ വിജയത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും. അപ്രകാരം ലഹരികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ലഹരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മദ്യവും മയക്കുമരുന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് സ്ഥിരമായി ചായ കുടിക്കുന്ന ആളുകൾ, കാപ്പി 5-6 കപ്പ് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ 4-5 സിഗരറ്റിൻ്റെ പേക്കൊക്കെ വലിച്ചു തീർക്കുന്ന ആളുകൾ, ഇതൊക്കെ ഓരോ ലഹരിയാണ്. വായലിട്ടിട്ട് ഇങ്ങനെ ഈ 4-5 സാധനങ്ങൾ ചേർത്ത് ചവച്ച് വായ വൃത്തികേടായി കൊണ്ടെടുക്കുന്ന കുറേ ആളുകൾ, കണ്ടെടുത്തൊക്കെ തുപ്പിയ പരിസരം വൃത്തികേടാക്കുന്നവർ, ഇതൊക്കെ കുറേ സാമൂഹിക ദ്രോഹമല്ലേ? സാമൂഹിക ദ്രോഹമല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ പാവപ്പെട്ടോ നിൽക്കല്ലേ എന്ന് കരുതിയിട്ട് ഒരാളെ കണ്ട് കാറിലൊക്കെ കയറ്റി കൊണ്ടുപോകും. അതിൻ്റെ നിയമവശങ്ങളൊക്കെ നമ്മൾ ഓർക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും തോന്നും പാവല്ലേ ഒന്ന് നിൽക്കല്ലേ എന്ന്. ഒന്നും എൻ്റെ റബ്ബേ കയറിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധം കെടാൻ തോന്നും. എന്താ വെച്ചാൽ അതുവരെ വലിച്ചിട്ട സാധനം ജസ്റ്റ് ഒഴിവാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കയറുകയാണ്. അവരെ സംബന്ധിച്ചത് വലിയ വിഷയമൊന്നും ആയിരിക്കില്ല, പക്ഷെ അനുഭവമില്ലാത്തവരെ സംബന്ധിച്ചത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ദയവീത് അത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വണ്ടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയാം. ഞാനിങ്ങനെ കാറ്റും വീപ്പൊക്കെ വരുന്ന വല്ല ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി വന്നോളാന്ന് അവർ കരുതുക. ഒരു സാമൂഹിക ദ്രോഹമല്ലേ? യൂറോപ്യൻ നാടുകളിലൊക്കെ പരോക്ഷ പുകവലി മൂലമാണ് കുറേ ആളുകൾക്ക് ക്യാൻസർ വരുന്നത്, കുട്ടികൾക്ക്, സ്ത്രീകൾക്കൊക്കെ. എന്താ പരോക്ഷ പുകവലി? നേരിട്ട് വലിക്കല്ല, അവർ വലിച്ചു ഊതുന്നതിൻ്റെ ഉപദ്രവം കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക്, മാനേജർ നന്നായിട്ട് വലിക്കും, ഓഫീസിലെ തീരെ സിഗരറ്റ് തൊടാത്ത സ്ത്രീ സ്റ്റാഫിന് ക്യാൻസർ പിടിക്കും. വല്യപ്പം നല്ലോണം വലിക്കും, കുട്ടിനെ വലിയ ഇഷ്ടമാണ്, പേരക്കുട്ടിനെ നല്ലോണം മുത്തം കൊടുക്കും, വടിയിൽ നിന്ന് ഇറക്കി വെക്കൂല, ഒരു കയ്യിൽ കുട്ടിയും മറ്റേ കയ്യിൽ ബീഡിയായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ കുട്ടിക്ക് ഈ ബീഡി കൊണ്ടുണ്ടാവുന്ന ഉപദ്രവത്തിനാണ് പരോക്ഷ പുകവലിയുടെ ഉപദ്രവം എന്ന് പറയാം. ലക്ഷങ്ങളുടെ കണക്കുണ്ട് അമേരിക്കയിലൊക്കെ മരിക്കുന്നതിൻ്റെ. ആരോഗ്യരംഗത്ത് കുറേയൊക്കെ മിടുക്കന്മാരായിട്ടുള്ള അവർ തന്നെയും ഇതൊന്നും പ്രതിരോധിക്കാൻ കഴിയാതെ തോറ്റു നിൽക്കുകയാണ്. ചവച്ച് തുപ്പിക്കൊണ്ടിരിക്കുക. തുപ്പണീൻ്റെയൊക്കെ മസാല എന്താണ്? മനുഷ്യർ ഒരുമിച്ച് വിടുന്നിടത്ത് പാടില്ല വിസർജിക്കാനും മൂത്രയിക്കാനും തുപ്പാനും മാലിന്യങ്ങളിടാനും. ഞാൻ ഇന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ട് 2-3 വലിയ ചാക്ക് റോഡിൻ്റെ സൈഡിൽ തട്ടി രക്ഷപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ. മൊത്തം സമൂഹത്തെ തോൽപ്പിച്ചു എന്നായിരിക്കുമല്ലോ മൂപ്പരെ വിചാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, മൊത്തം സമൂഹത്തെ തോൽപ്പിച്ചു, ഞാൻ എന്തൊരു മഹാൻ, ഞാൻ ഏതാ മോൻ എന്നും പറഞ്ഞിട്ടായിരിക്കുമല്ലോ മൂപ്പർ അവിടെ നിന്ന് തട്ടിപ്പോയിട്ടുണ്ടാവുക. ഇത് കാണുന്ന ക്യാമറ കണ്ണുണ്ട്. വളരെ സ്വകാര്യമായി നമ്മൾ ചെയ്യുന്നത് പോലും കൃത്യമായി ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകളുണ്ട്. ആളുറപ്പുവരുത്തിയിട്ടുണ്ട് പരിസരത്തൊന്നും CCTV ഇല്ല എന്ന്. വൃത്തികെട്ട മാലിന്യങ്ങൾ ഒന്നിച്ച് നടു റോട്ടിൻ്റെ സൈഡിൽ തട്ടിയിട്ട് രക്ഷപ്പെട്ടു പോകുക. രക്ഷപ്പെടുന്ന ആരും വിചാരിക്കരുത്. മനുഷ്യന് ഉപദ്രവമുണ്ടാകുന്ന ഒരു പരിപാടിയും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. വിശ്വാസിയിൽ നിന്ന് തീർച്ചയായും ഉണ്ടാവാൻ പാടില്ല. മനുഷ്യരിൽ നിന്ന് തന്നെ അത് സംഭവിക്കാൻ പാടില്ല. എന്നിട്ട് മാലിന്യങ്ങൾ, അതേപ്രകാരം കടയിലെ വേസ്റ്റുകൾ, ഇതെല്ലാം ആരാരും കാണാതെ നിശയുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യന് ഉപദ്രവമാകും വിധം റോഡ് സൈഡിലും മറ്റും തട്ടിയിട്ട് രക്ഷപ്പെടുക. അപ്പോൾ അത്തരം ലഹരികളിൽ നിന്ന് നമ്മൾ മാറണം. രാവിലെ മുതൽ വൈകിട്ട് വരെ സിഗരറ്റ് തൊടാതെ പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എന്തേ അവിടുന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം രാത്രി കൂടെ അങ്ങോട്ട് പിടിച്ചു നിന്നാൽ 1 മാസം കഴിയുമ്പോഴേക്ക് 100% ഈ പുകയുടെ ലഹരിയിൽ നിന്ന് ഒരുത്തന് രക്ഷപ്പെടാൻ പറ്റൂലേ? ഈ ചവച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. നോമ്പ് കാലത്ത് നമ്മളെ നിർബന്ധിപ്പിക്കുന്നുണ്ട്, നമ്മളോട് നോ പറയുന്നുണ്ട് നോമ്പ്. എന്നിട്ട് ആ ഒരു സംഭവം എന്തുകൊണ്ട് നമുക്ക് നോമ്പിൻ്റെ രാത്രിയിലും പിന്നെ നോമ്പാനന്തര ജീവിതത്തിലുമാണ് പാലിച്ചുകൂടാ? സമൂഹം രക്ഷപ്പെടും. പരോക്ഷ പുകവലി മൂലമുള്ള ഉപദ്രവത്തിൽ നിന്ന് കുഞ്ഞുമക്കളടക്കമുള്ളവർ രക്ഷപ്പെടും. നന്നായിട്ട് സാമ്പത്തികമായ ലാഭം ഉണ്ടാകും. അവിടെയും ഇവിടെയും വേസ്റ്റാക്കുക എന്ന മതം കഠിനമായി വിരോധിക്കുന്ന ആ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അതിന്. അപ്പം നോമ്പിനായിട്ടത് ചെയ്തിട്ട് ഒരു ജാതി പ്രയാസം ഉണ്ടാവും. അത് വരാതിരിക്കാൻ ഇപ്പോഴേ അതൊക്കെ ഉപയോഗം നിർത്തിവെക്കുക പറ്റുന്നുള്ളതിന് കുറേ തെളിവുണ്ട്. ഒരു പ്രമുഖനായ സിനിമാ നടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈയിടെ ഞാൻ വായിച്ചു.
അദ്ദേഹം പറയുന്നത് 10 പാക്ക് സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു എന്നാണ് ഡെയിലി. എന്തോ ഒരു കാരണത്താൽ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇനി പാടില്ല എന്ന് പറഞ്ഞു. പതിയെ പതിയെ ചുരുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ തീരുമാനിച്ചു ഇനി വലിക്കണ്ടാന്ന്. അങ്ങനെ 10 പാക്ക് അന്നങ്ങോട്ട് നിർത്തിവെച്ചു. നമുക്ക് പറ്റും എന്നർത്ഥം. ഏതാനും ആ വർഷം മുന്നേ മരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. അയാൾ ഇപ്രകാരം തന്നെ 10ഉം 15ഉം പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. പക്ഷെ എന്തോ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി ഡോക്ടറെ സമീപിച്ചപ്പോൾ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അന്നത് നിർത്തിവെച്ചു. സാധിക്കുമെന്നതിന് അനുഭവം തന്നെ നിരവധിയുണ്ട്. പിന്നെ നമുക്ക് ഒരു ഹിമ്മത്തുൽ റിജാൽ തഹ്ദിമുൽ ജിബാൽ എന്നുണ്ടല്ലോ ഒരു ആപ്തവാക്യം. ആണൊരുമ്പെട്ടാൽ പർവ്വതം നീങ്ങുന്നാണ് അതിൻ്റെ അർത്ഥം. ആണായ ഒരുത്തൻ വേണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ പർവ്വതം പോലും തടസ്സമല്ല, അതിനെ വരെ മൂപ്പരാളെ നീക്കിക്കളയുന്നതാണ്. അപ്പോൾ എന്നിട്ടാണ് ഒരു സിഗരറ്റ് വലിക്കൽ, എന്നിട്ടാണ് ഒരു ബീഡി വലിക്കൽ. റമദാനിൽ ഈ ഒരു ലഹരിയിൽ നിന്നുള്ള അന്ന് നമ്മളവിടെ നിർത്തിവെക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥത 2 ദിവസത്തെ നോമ്പിനെ സ്വാധീനിക്കാതിരിക്കാൻ തലചുറ്റലും ഒരു ജാതി വിഷമവും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലത്തെ പ്രതീതിയും ഇതൊക്കെ ഉണ്ടായി 2-3 ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ഇനിയുള്ള ഷഅബാനിൻ്റെ ബാക്കി ദിവസങ്ങളിൽ തന്നെ പരിപാടി ഉപേക്ഷിക്കുക. നിരവധിയായി ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. മതപരമായ സംഗതിയല്ല ഞാൻ പറയണത്. അതിൻ്റെ ആരോഗ്യം. ഇവിടെ വയനാട്ടിൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. അവിടെയുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരുമായ കുറേ ആൾക്കാർ ചായ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നേരിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന സംഗതിയും അവർ കാണിച്ചെന്നതും എന്താണെന്ന് വെച്ചാൽ, ഈ ഇല മൊത്തം ചപ്പ് കൊണ്ടുവന്നിട്ട് ചെറിയൊരു സ്പ്രേയിങ് നടത്തിയിട്ട് ചെറിയൊരു വെള്ളം തൂക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചു പോയിട്ട് പാക്കായി ചായപ്പൊടിയായിട്ട് വരികയാണ്. ഒരു 10-15 മാരകമായ രാസവസ്തുക്കൾ, കളനാശിനികൾ തുടങ്ങി ഈ പലജാതി ചില്ലകൾ കൂടുതൽ വരാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻഡോസൾഫാൻ വരെയും കേരളത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരിൽ ഇറങ്ങാറില്ല, വേറെ ചില പേരിലാണ് ഇറങ്ങൽ. ഇതെല്ലാം പലവട്ടം സ്പ്രേ ചെയ്ത് ഈ സംഗതികളെല്ലാം കൂടെ ഉള്ള ഇല നുള്ളിപ്പറിച്ച് ഒരു വെള്ളം കുടയൽ മാത്രം നടത്തിയിട്ടാണ് അത് മൊത്തം ചായപ്പൊടിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ അതിൽ കളർ ചേർക്കുന്നുണ്ട്, വേറെ പല സംഗതികൾ വേറെയുണ്ട്. ഏലത്തെക്കുറിച്ച് അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നേരിട്ട് ആ സാധനം വായയിലേക്ക് വെക്കരുത്, കഴുകിയിട്ടാണെങ്കിൽ പോലും. പിന്നെ കറിയിലൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ സംഗതികളും കറിയിൽ മൊത്തം കടാകുമ്പോൾ ഇങ്ങോട്ട് കുറച്ച് നേർപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യൂല എന്നാണ്. അപ്പം എന്തേ കാര്യം? അതിനും കുറേ കമ്പുണ്ടാവണം. ബ്രാഞ്ചസ് അനുസരിച്ചാണ് കുറേ കൊല ഉണ്ടാവൽ ഏലത്തിൻ്റെ. അപ്പം അതിലും ഈ ജാതി സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന നല്ല എരിവുള്ള നമ്മൾ ആസ്വദിക്കുന്ന ഉണ്ടമുളക് വായിച്ചത് ശരിയാണെങ്കിൽ 30ഓളം ഈ രാസവസ്തുക്കളുടെ പ്രയോഗത്തിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. എന്നിട്ടോ ഡിസംബർ 4 എന്ന് പറഞ്ഞാൽ വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ 20 വർഷത്തിനിപ്പുറം ബ്രസ്റ്റ് ക്യാൻസർ 300 ഇരട്ടി വർദ്ധിച്ചു എന്നാണ് കണക്ക്. ചിലറയണത് 300 ഇരട്ടി. 20 വർഷം മുന്നേ എത്ര ഉണ്ടായിരുന്നോ ഈ സ്തനാർബുദം, അതിൻ്റെ 300 ഇരട്ടിയായിട്ട് കേരളത്തിൽ അത് വർദ്ധിച്ചു. അങ്ങനെ ഓരോന്നിൻ്റെയും കണക്കുണ്ട്. സെർവിക്കൽ ക്യാൻസർ 20 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഓരോന്നും. നമ്മുടെ സഹോദരിമാർ അത്തരം ഈ ബീഡിക്കാരല്ല, സിഗരറ്റുകാരല്ല, മദ്യപാനികളല്ല. എന്നിട്ട് പോലും അവർക്ക് ഇത്രമേൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? അപ്പൊ അത്യാവശ്യത്തിനൊക്കെ ഇത്തിരി കഴിക്കുക എന്നതിനപ്പുറം, ഞാനൊരു മതപരമായ വിഷയമല്ല പറയണത്, എല്ലാ സംഗതികളും നമ്മൾ മാറ്റിവെച്ചിട്ട് ജീവിതത്തെ ഇങ്ങനെ എടുക്കണമെന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിന് മാത്രം അത് ചെയ്ത് ബാക്കിയുള്ള സമയത്തൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും സാത്വികമായ പാനീയത്തിലേക്കോ ഫുഡിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്രമേൽ നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാകും. അപ്പോൾ ഡെയിലി രാവിലെ മുതൽ വൈകിട്ടാകുമ്പോഴേക്ക് കട്ടൻ ചായ 20-25 കഴിക്കുന്ന ഒരാൾ ഇന്ന് മുതൽ പതുക്കെ നിർത്തണമെന്ന്. 20 കഴിക്കുന്ന ആൾ ഇന്ന് മുതൽ 10 മതി, നാളെ 5 മതി, അതിൻ്റെ വ്യത്യാസം 3 മതി. റമദാൻ ആകുമ്പോഴേക്ക് ഫുള്ള് നിർത്താനുള്ള ഒരു പരുവത്തിലേക്ക് പതിയെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നോമ്പിൻ്റെ ആദ്യത്തെ 2-3-4 ദിവസം അതിന്മേൽ തിരിഞ്ഞു കളിക്കും. സത്യത്തിൽ അന്നാണ് കൂടുതലൊക്കെ ഖുർആൻ ഓതേണ്ടത്. ആദ്യത്തെ ദിവസം 5 ജുസ് 8 ജുസൊക്കെ എത്തുക. പക്ഷെ അന്ന് ചാടിക്കാത്തതിൻ്റെ കോട്ടാവിയിലായിരിക്കും ഉണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ നല്ലൊരു മാറ്റം വരുത്തണം. പിന്നെ ഉറക്കൊന്ന് ക്രമീകരിക്കണം. ഇപ്പോൾ എങ്ങനെ ഉറങ്ങണത് എന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഏത് വൈദ്യശാസ്ത്രം അനുസരിച്ചും ആരോഗ്യപരമാണ്. റമദാനിൽ എന്തായാലും അത് ചെയ്യണം. എന്തുകൊണ്ട്? അത്താഴത്തിന് എഴുന്നേൽക്കാനുള്ളതാണ്. അത്താഴം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ലക്ഷ്യം. നേരെ മറിച്ച് ഒരു 1-2 മണിക്കൂർ മുന്നേ, സുബഹയുടെ മുന്നേ എഴുന്നേൽക്കുക, അതിൻ്റെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ അത്താഴം കഴിക്കൽ. നേരെ മറിച്ച് അതിൻ്റെ മുമ്പ് കുറേ സംഗതികൾ നടക്കാനുണ്ട്. തഹജ്ജുദ്, വിത്ർ പറ്റുമെങ്കിൽ അവസാനത്തേക്ക് മാറ്റി നിർത്തലാണ് നല്ലത്. പക്ഷേ അവസാനത്തിലേക്ക് വെച്ചാൽ വിത്ർ നഷ്ടപ്പെടുമെങ്കിൽ ആദ്യമേ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഖുർആൻ പാരായണം, ദിക്ർ, തൗബ, പ്രാർത്ഥന, ഒരു പുതിയ ശീലത്തിലേക്ക് നമ്മൾ ഉയരൽ. ഇതൊക്കെ നടന്നിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ് അത്താഴം കഴിക്കൽ. ഒരു 10-15 മിനിറ്റ് മുമ്പ് അത്താഴം കഴിച്ച് ഫ്രീ ആയി വായൊക്കെ വൃത്തിയാക്കി വെള്ളം കുടിക്കേണ്ടതൊക്കെ കുടിച്ച് ഔഷധം സേവിക്കേണ്ടവരൊക്കെ അതൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടെ ഇങ്ങനെ പള്ളിയിലിരിക്കണം, വാങ്ങും പ്രതീക്ഷിച്ചിട്ട്. ആ ഇരുത്തത്തിൻ്റെ പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നോമ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോഴാണ് പടച്ച റബ്ബ് അങ്ങനത്തെ ഒരു പ്രതിഫല വാഗ്ദാനം ചെയ്തത്. മറ്റുള്ളതിൻ്റെയൊക്കെ പ്രതിഫലം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്ന റബ്ബ് താല നോമ്പിനെ കുറിച്ച് പറയണത് അസൗമു ലീ വഅന അജ്സി ബിഹി എന്നാണ്. നോമ്പ് എനിക്കുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതാണ്. നിസ്കാരം വേറൊരാൾ കാണാൻ വേണ്ടി നിർവഹിക്കാൻ പറ്റും. സദക്ക കൊടുക്കുന്നത് 100 ആളെ കാണിക്കുകയെ ചെയ്യാൻ പറ്റും. ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും ഞാൻ പോകട്ടോ, ഞാൻ പിന്നെയും പോകട്ടോ, ഞാൻ അപ്പോൾ ഇത് 3ാമത്തോട്ടാ പോണേ, എനിക്ക് അവിടെയൊക്കെ പരിചയമുണ്ട്, അതുകൊണ്ട് ബേജാറൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണതെങ്കിൽ ഹജ്ജ് മൂപ്പരാൾ അള്ളാഹ്ക്ക് മാത്രം നിർവഹിക്കണതല്ല, എല്ലാവരും കൂടി കാണിച്ച് ബഹളം വെച്ച് ചെയ്യണ ഹജ്ജാണ്. നോമ്പിനെ പറ്റി പക്ഷേ നമുക്കങ്ങനെ നോമ്പ് നിർവഹിച്ചുകൊണ്ട് ഒരാൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ കുനിഞ്ഞുന്നോണ്ട് നോമ്പാന്ന് മനസ്സിലാവുമോ? ഉറക്കം തൂങ്ങിയ നോമ്പാന്ന് മനസ്സിലാവും? നമ്മുടെ കുട്ടികളൊക്കെ ആക്റ്റീവല്ലേ, നോമ്പുണ്ടാവും. പക്ഷെ അവർ സ്കൂളും മദ്രസും ഫ്രീ ആകുന്ന സമയത്ത് 4-5 മണിക്കൂർ വെയിലത്ത് പന്ത് കളിക്കണില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവർക്ക്? അപ്പോൾ നോമ്പ് കാരണം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക എന്നുള്ള സംഭവമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് നോമ്പാന്ന് മനസ്സിലാവില്ല. വിളിച്ചു പറഞ്ഞാൽ ഓക്കെ, ഞാൻ നോമ്പ് കാരനാട്ടോ, പിന്നെ ഞാൻ നോമ്പാട്ടോ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അതൊരു പറ്റോ എന്ന പരിപാടിയല്ലേ. അപ്പം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റബ്ബല്ലാത്ത ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നിസ്കാരം 4 ആൾക്ക് കാണുകയെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും 2 റക്അത്ത് നിസ്കരിച്ചത് ജുമേൻ്റെ മുമ്പുള്ള സുന്നത്ത് നിർവഹിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അതിനെ കുറച്ച് വൈകിച്ചു. എന്തിനാ അറിയും? പിന്നെ എല്ലാവരും ഫ്രീ ആയിരിക്കണ സമയത്തുണ്ട് 2 റക്അത്ത്, ഒരു 1.5 എൻട്രി ഉണ്ട്. അങ്ങനെ മൂപ്പരിങ്ങനെ എഴുന്നേറ്റിരിക്കണ്, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കണ്. ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധാപൂർവം അങ്ങനെ ഇമാമ് വരണമെന്ന് നോക്കി നിൽക്കുമ്പോൾ ഏകദേശം മുന്നിലെ വരിയിൽ മൂപ്പരാൾ മാത്രം നിസ്കരിക്കുന്നു. അനുസ്കരിച്ചാൽ പറ്റൂലേ? പറ്റും. പക്ഷെ 4 ആൾ കാണട്ടെ എന്ന് എഴുതിയിട്ടാണെങ്കിൽ പണി പാളും. റുക്കുവാക്ക് അങ്ങനെ കയ്യത്തിരി വൈഡാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. എല്ലാവരും എന്നെ തന്നെയല്ല ശ്രദ്ധിക്കണത്. ഈമാനു മർഇല്ലാഹി കുനു തഖാമുല ഹത്താ യറാന അസംബി ഇബ്ലിം മുസ്തില. തസൂഫിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന അതിക്കിയയിൽ നെന്തി മഖ്ദൂം തങ്ങൾ അങ്ങനെ പറയണത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിന് പൂർണ്ണത വരണമെങ്കിൽ അവൻ്റെ ആരാധനയ്ക്ക് പരിസരത്ത് ആരാരുണ്ടെങ്കിലും അതവനെ തീരെ സ്വാധീനിക്കാതെ വരണം എന്ന്. ഈമാനു മർഇല്ലാഹി കുനു തഖാമുല, മനുഷ്യൻ്റെ വിശ്വാസം പൂർണ്ണാവൂല ഹത്താ യറാന അസംബി ഇബ്ലിം മുസ്തില. മൃഗത്തോട്, ഒട്ടകത്തോട് സമാനമായ വിധം അയാളുടെ ഇബാദത്തിനെ കാണുന്ന ആളുകളെ അവർ പരിഗണിക്കാതെ എന്ന്. അപ്പോൾ ഒട്ടകം അങ്ങനെ നോക്കിക്കണ്ട് നിർത്തിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഇഖ്ലാസ് കാട്ടുമോ? ഇല്ല. നേരെ വെച്ച് വേറൊരുത്തം നോക്കിക്കണ്ട് അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാക്കാന്ന് കരുതിയാലോ? ഈമാൻ പൂർണ്ണല്ല. നമ്മൾ നിസ്കരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു പല്ലി നോക്കിയിട്ടുണ്ട്, നമ്മളെല്ലാ പല്ലി കാണുന്നത്, അതുകൊണ്ട് 4 റക്അത്ത് കൂടുതലാക്കാൻ നമ്മൾ വിചാരിക്കുമോ? ഇല്ല. നേരെ വെച്ച് ജുമാൻ്റെ മുന്നേ എല്ലാവരും കാണുകയും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്ത് കൂടുതലാക്കാന്ന് തോന്നിയാലോ? അത് അവർക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്. ഇത് നോമ്പിൽ അങ്ങനെ സാധ്യമല്ലാത്തത് കൊണ്ട് റബ്ബ് പറയുന്നു അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാൻ തന്നെ നൽകും. സ്ഥിരമായി ജോലിക്ക് വരുന്ന ഒരാളും അയാൾക്ക് പ്രത്യേകം ആവശ്യമുണ്ടായപ്പോൾ ഒരു 4-5 ആളെ സ്പെഷ്യൽ കൊണ്ടുവന്നവരും ജോലി ചെയ്തതിൻ്റെ അവസാനം ആ സ്പെഷ്യലായി വന്നവർക്കൊക്കെ നമ്മളിങ്ങനെ നാട്ടു നടപ്പനുസരിച്ച് ശമ്പളം കൊടുക്കുകയാണ്, കൂലി കൊടുക്കുകയാണ്, മറ്റേയാൾക്ക് കൊടുക്കണില്ല. അപ്പം അങ്ങനെ അയാൾ വിളിച്ചിട്ടല്ലേ നമുക്കിന്ന് ജോലി കിട്ടിയതെന്നൊക്കെ കരുതിയിട്ട് ഒരു കാരണവരായിന്ന് അല്ല മമ്മീന് കൊടുക്കണ്ടേ ചോദിക്കുമ്പോൾ മുഹമ്മദിൻ്റെ പണിക്കാരനാണ്, ഓന് ഞാൻ കൊടുത്തുകൊണ്ട് കാരണം എന്താ?
ഈ പറഞ്ഞതിലൊന്നും അല്ല അത് നിൽക്കാവും. മൂപ്പരിക്ക് ഞാൻ വേറെ കൂടുതൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനുകൂല്യം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നോമ്പ് എനിക്കുള്ളതാണ്, അത് ഞാൻ പ്രതിഫലം അതിന് ഞാൻ കൊടുത്തോളാം എന്നാണ് അള്ളാഹു പറയുന്നത്. നേരത്തെ ലഹരി ക്രമീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്രകാരം തന്നെ ഭക്ഷണത്തിലൊരു ക്രമീകരണം വേണം. വയറ് നിറച്ച് ഉണ്ണുക എന്ന പരിപാടി നമ്മൾ ഇല്ലാതെയാക്കണം. ഒന്ന്, നമ്മുടെ ആരോഗ്യം പ്രതീക്ഷിച്ചിട്ട്. രണ്ട്, ലോകത്ത് ഇപ്പോഴും ഒരിത്തിരി ഭക്ഷണം കിട്ടിയാൽ സന്തോഷമായി എന്ന് കരുതുന്ന നിരവധി ആളുകളുണ്ട്. ഒരു വശത്ത് ആർഭാടത്തിൻ്റെ മഹാമേളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ രാഷ്ട്രത്തലവന്മാർ, നമ്മുടെ പ്രധാനമന്ത്രി പോലും ആ ആരോപണത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായി വന്നതിൻ്റെ, അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ച് വന്നതിൻ്റെ ശരിതെറ്റുകളൊന്നും നമുക്കറിയില്ല. വലിയ വലിയ രാഷ്ട്രത്തലവന്മാർ ചേർന്ന് പ്രത്യേകമായി ഒരു ജൂതനാകുന്ന ഭീകരൻ സ്വന്തമാക്കിയ ഒരു ചെറുദ്വീപിലേക്ക് കൊണ്ടുപോയി കുഞ്ഞു കുഞ്ഞു മക്കളെ അവർക്ക് സമർപ്പിച്ച് എല്ലാ വൃത്തികേടും ചെയ്യുക മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ കൊന്ന് പാചകം ചെയ്ത്, ഈ അറബികളുടെയൊക്കെ ഫുഡിൻ്റെ അവിടെ നമ്മൾ കാണാറുണ്ട്, ഇത്തിരി ചോറിൻ്റെ മേലെങ്ങനെ ആടിനെയും കോഴിനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അപ്രകാരം കുഞ്ഞുമക്കളുടെ ഉടൽ വേവിച്ചു കൊണ്ടുവന്നതും മുറിച്ച് തിന്നുന്ന വീഡിയോസ് കാണേണ്ടി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ. ഇത് ജൂതൻ്റെ പേരിൽ ആരും വകവെക്കണില്ലല്ലോ. ജൂതമതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആവശ്യാർത്ഥം ഇത്രമേൽ വൃത്തികേട് ചെയ്തിട്ട് ഇതേ ജൂതായിസം ഭീകരമാണ് ഇസ്രായേലുകാർ ലോകത്തെ മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇவ்விധം തമ്മാടിത്തം കൊണ്ടാണെന്ന് ആരും പറയണില്ല. അതാ ചങ്ങാതിയുടെ മാത്രം വിഷയമായിട്ട് പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, പേര് നൗഷാദെന്നോ അബൂബക്കറോ എന്നൊക്കെ ഉണ്ട്, ആ ചങ്ങാതി ഒരു പട്ടിയെ കാറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ മതവിരുദ്ധാണത്. ഒരിക്കലും മതം അനുവദിച്ച സംഗതിയേ. പട്ടിയാവട്ടെ ഏത് ജന്തുവാവട്ടെ അതിനേതെങ്കിലും തലത്തിൽ ഉപദ്രവിക്കാൻ മതം നമ്മളോട് സമ്മതം തരുന്നില്ല എന്നല്ല. പട്ടിക്ക് ദാഹമേറ്റിയതും അകറ്റിയത് കൊണ്ട് സ്വർഗം കിട്ടിയ പൂർവ്വകാല സഹോദരിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പട്ടിക്ക് വെള്ളം കൊടുക്കേണ്ട മസാല കൃത്യമായിട്ടുണ്ട്. നമ്മുടെ ഷെയ്ഖ് റിഫായി തങ്ങൾ ക്യാൻസർ പിടിച്ച പട്ടിയെ 40 ദിവസം എടുത്തിട്ടാണ് ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, വേറെ പണിയൊന്നുമില്ലെന്ന്. വേറെ പണിയൊന്നുമില്ല. ഈ പട്ടിയെ സംരക്ഷിക്കാനും പരിചരിക്കാനും വേണ്ടി 40 ദിവസം ചെലവാക്കിയ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഷെയ്ഖ് റിഫായി തങ്ങൾ അവരോട് പറയണത് എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ പട്ടി ഇത്രമേൽ വിഷമിച്ച് നടന്നപ്പോൾ എന്തുകൊണ്ട് അതിനെ നീ പരിചരിച്ചില്ല എന്ന് റബ്ബ് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയുന്നതാണ്? വാപ്പയാകുന്ന സുബ്കി ഇമാം, മകനാകുന്ന സുബ്കി ഇമാമിൻ്റെ കുട്ടിക്കാലത്ത് ഒരു പട്ടിയെ കണ്ട സമയത്ത് ഇബ്നുൽ കൽബ് എന്ന് വിളിച്ചതിനെ തിരുത്തുന്നുണ്ട്. ഇബ്നുൽ കൽബ് നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ശുനകപുത്രാന്ന്, കുറച്ചും കൂടെ മലയാളത്തിലാക്കിയാൽ വല്ലാതെ ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന സാധനല്ലേ, ഡാഷിന്റെ മോനെ. ഇബ്നുൽ കൽബ് പറഞ്ഞ അതാണ്. കുഞ്ഞുകാലത്ത് ചെറിയ സുബ്കി ഇമാം ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചത് ശരിയല്ലേ, അതൊരു നായയുടെ മോൻ തന്നെ അല്ലേ എന്ന്. വാപ്പയാവുന്ന സുബ്കി ഇമാം തിരുത്തുന്നത് എന്താ? നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആ പ്രയോഗം തെറ്റാണ്. ഇബ്നുൽ കൽബേ എന്ന് വിളിക്കുന്നത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല, അതൊരു വൃത്തികെട്ട ഭാഷണമാണ്, അതുകൊണ്ട് പാടില്ല എന്നാണ്. ഇതാണ് മതം പഠിപ്പിക്കുന്നതെന്നിരിക്കെ ഇതേക്കുറിച്ചൊന്നും ബോധമില്ലാത്തൊരു നൗഷാദ് കാറിൽ കെട്ടി പട്ടിയെ വലിച്ചാൽ അത് ഇസ്ലാമിക സോഫ്റ്റ്വെയർ അയാളുടെ തലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് പ്രഭാഷണം നടത്താൻ രവിചന്ദ്രൻ സിയെ പോലെയുള്ള കുറേ ആളുകളുണ്ട്. ഇതേ പേരുള്ള ഒരു നൗഷാദ് പ്രളയം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയിലുള്ള മൊത്തം വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തപ്പോൾ ഇവരാരും അത് കണ്ടിട്ടില്ല, ഇവരാരും അത് കണ്ടില്ല, അറിഞ്ഞില്ല. ഇസ്ലാം അവരുടെ തലച്ചോറിൽ ഇസ്ലാം സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് ആരും പറഞ്ഞില്ല. ഇപ്പൊ നോക്കൂ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ജൂതൻ എന്തിനു വേണ്ടി അത് ചെയ്തത്? ലോകരാഷ്ട്രങ്ങൾ അയാളുടെ വറുതിക്ക് നിർത്തുന്നു. കാരണം ഈ കുഞ്ഞുമക്കളുമായുള്ള സെക്സ് കൃത്യമായി അയാൾ ചിത്രീകരിച്ചിട്ടുണ്ട്, വീഡിയോസും ഫോട്ടോസും. 30 ലക്ഷം ഫയലാണ്, 1, 2, 3 അല്ല, 10, 30, 1000 അല്ല, 30 ലക്ഷം ഫയൽ. ഈ കുഞ്ഞുങ്ങളെ വേവിച്ച് കൊണ്ടുവന്ന് മുറിച്ച് ആഘോഷപൂർവ്വം തിന്നുന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അയാളുടെ കയ്യിൽ. ഇതും വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങനെ വേണം അങ്ങനെ വേണം. രാഷ്ട്ര തലവന്മാർ സുല്ലിട്ടുകൊണ്ടിരിക്കുന്നു, ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട്. ഇത് നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുമക്കളെ വേവിച്ച് ആഘോഷപൂർവ്വം തിന്നുന്ന കാലത്ത് വയറ് നിറച്ച് ഏമ്പക്കുമ്പടം പണിയുണ്ടാകും വിശ്വാസിക്ക്.
കാരണം അവൻ മാനവികതയെ പ്രണയിക്കുന്നവൻ. ആ മതം അവൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആരോഗ്യം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ ആകെ മൊത്തം നടക്കുന്ന രീതി മാറ്റി തന്നെ വേണം. അപ്പം അതിന് കുറേശ്ശെ തിന്നുള്ളൊരു ശീലത്തിലേക്ക് ഷഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെത്തണം. കുറേ ഭൗതികമായ മുന്നൊരുക്കങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതിലേറെ പ്രാധാന്യമാണ് ആത്മീയമായ മുന്നൊരുക്കം. ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പരിഗണിക്കേണ്ടത് തൗബയുടെ കാര്യം തന്നെയാണ്. മനുഷ്യനാണ്, പാപം വരും, ഇത് മതം മനസ്സിലാക്കുന്നുണ്ട്. പടച്ച റബ്ബ് പരിശുദ്ധ ഇസ്ലാമിൽ ഈ ഒരു സാധ്യത എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല എന്നല്ല. എത്രയോ ആയിരങ്ങളുണ്ട് അങ്ങനെ ജീവിച്ച് മറഞ്ഞു പോയവർ. മാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അവിടുത്തെ ദഅവത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു വ്യഭിചാരിണിയാകുന്ന സ്ത്രീയെ കൊണ്ടുവന്നെന്ന് സങ്കല്പിക്കുക. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നെങ്ങാനും മുത്തറസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയാൻ ആത്മാർത്ഥമായി അവകാശമുള്ള ലക്ഷങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. സമൂഹത്തിനത് മാതൃകയാണ്. എന്നാലും മനുഷ്യൻ എന്ന രീതിയിൽ തെറ്റുവരാനുള്ള സാധ്യതയെ മതം അംഗീകരിക്കുന്നു. അതോടുകൂടെ ലാസ്റ്റല്ല, അതോടുകൂടെ അവൻ്റെ ജീവിതം തീർന്നു എന്നല്ല. നേരെ മറിച്ച് തൗബ എന്ന് പറയുന്ന വിശുദ്ധമായ സംവിധാനം മനുഷ്യനെ സമൂലം സമഗ്രം മാറ്റിമറിക്കുന്നു. ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തത് വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേക്ക് എല്ലാ പാപവും പൊറുക്കുമെങ്കിൽ ഇനി എന്ത് തെറ്റും ചെയ്യാനുള്ള ഒരു അംഗീകാരം കൂടെയാണത്. അല്ല, മനുഷ്യൻ വിശുദ്ധനാവാനുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് തൗബ. തൗബയുടെ 4 നിബന്ധനകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സംഭവിച്ചു പോയതിൽ അഗാധമായ ഖേദം വേണം, ആത്മാർത്ഥമായ ദുഃഖം വേണം, ഇനി സംഭവിക്കില്ലെന്ന് ദൃഢമായ നിശ്ചയം വേണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം, മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകമാണോ അത് അവനോട് പറഞ്ഞു തീർക്കണം, പറ്റിച്ച് പണം മിടുങ്ങിയത്, പലജാതി ഉപദ്രവങ്ങൾ ചെയ്തത്, കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്, കരാർ ലംഘനം നടത്തിയത് എല്ലാം പറഞ്ഞു തീർക്കണം. ഇങ്ങനെ വിശുദ്ധമായ മാനസത്തോടുകൂടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതം കരഞ്ഞു പറഞ്ഞു വിശുദ്ധനാവുന്നതിൻ്റെ പേരാ തൗബ എന്ന്. അപ്പൊ തൗബക്ക് വലിയ ശ്രേഷ്ഠതകളാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലും അവിടുത്തെ തിരുപ്രവാചകർ ഹദീസുകളിലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലാമൻ താബ വആമൻ വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. 25-ാം അധ്യായം അൽ ഫുർഖാനിന്റെ 70-ാമത്തെ വാക്യം. അങ്ങനെ തൗബ ചെയ്യാതെ ജീവിച്ച് മരിച്ചുപോയുള്ള ആളുകളുടെ ദുരന്തം പറയുന്നു. വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ. അതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് അങ്ങനെയാണ്. ആരെങ്കിലും വൃത്തികേട് ചെയ്ത് മരിച്ചുപോയാൽ മാരകമായ വിപത്തുകളെ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ഇല്ലാമൻ താബ് വആമന വഅമില അമലൻ സ്വാലിഹാ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. എന്നിട്ട് അവർ സദ്വൃത്തിയിൽ ഏർപ്പെട്ടു, നല്ല വിശ്വാസം വെച്ച് പുലർത്തി, ശിഷ്ടകാല ജീവിതം ആത്മീയമായും ധാർമ്മികമായും അവർ ശരിപ്പെടുത്തി. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അത്തരം ആളുകളുടെ തിന്മകളെ അള്ളാഹു നന്മയുടെ ഭാഗത്തേക്ക് മാറ്റിച്ചേർക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്. അപ്പൊ ഇതുവരെ ചെയ്ത തിന്മകളെല്ലാം ഈ ഒരു തൗബയുടെ ബറക്കത്ത് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു നന്മയുടെ ഭാഗത്തേക്ക് മാറ്റും. ഇത്രമേൽ മഹത്വമേറിയ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് തൗബ എന്ന് പറഞ്ഞത്. 100 ആളെ കൊന്ന പൂർവികനെ കുറിച്ച് മുത്തറസൂൽ ആ കഥ പറഞ്ഞു തന്നത്. 99 ആളെ കൊന്നിട്ട് പശ്ചാത്താപ ബോധത്തോടുകൂടി ഒരു പണ്ഡിതനെ സമീപിക്കുകയാണ് അയാൾ. ഞാൻ 99 ആളെ കൊന്നു, എനിക്ക് തൗബ കിട്ടുമെന്ന് ചോദിക്കുകയാണ്. 99 ആളെ കൊന്ന നിനക്കോ ഉണ്ടാവില്ലെന്ന് ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ബോധം അനുസരിച്ച് പറഞ്ഞു. എന്നാൽ പിന്നെ 99 നടക്കണ്ട, റൗണ്ട് ചെയ്യാൻ നിർത്തിയിട്ട് അയാളെ കൂടെ കൊന്നു. അങ്ങനെ 100ആയി. ദേഷ്യം പിടിച്ചിട്ട് കഥ നമുക്കറിയാം, ഞാൻ വിസ്തരിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പശ്ചാത്താപ ബോധമായിട്ട് നടന്നു. അപ്പം ഇന്ന നാട്ടിൽ കുറേ സ്വാത്വികർ ജീവിച്ചിരിക്കുന്നുണ്ട്, സാലിഹീങ്ങൾ, അങ്ങോട്ട് യാത്ര ചെയ്യുക, അവർക്കിടയിൽ ജീവിക്കുക, എന്നാൽ നിനക്ക് തൗബ കിട്ടുന്നാരോ അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെ അയാൾ യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇനിയാണ് ആ ചരിത്രത്തിൻ്റെ പരിണാമം വരുന്നത്. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി കാരുണ്യത്തിൻ്റെ മാലാക്കമാരും അദാബിൻ്റെ മാലാക്കമാരും വന്ന് തർക്കിച്ചു. വെല്ലിയിലേക്കാണ് കാരുണ്യത്തിൻ്റെ മാലാക്കമാർ കൊണ്ടുപോവുക, സിജ്ജീനിലേക്കാണ് അദാബിൻ്റെ മാലാഖമാർ കൊണ്ടുപോവുക. ഓരോരുത്തരും അവരവരുടെ ന്യായം പറഞ്ഞു. അദ്ദേഹം തൗബക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. 100 മനുഷ്യന്മാരൊക്കെ വന്ന ഭീകരനാണ്, എങ്ങോട്ട് കൊണ്ടുപോകാനാന്ന് മറ്റേ മലക്കുകൾ ചോദിച്ചു.
അപ്പോഴാണ് ഒരു മലക്ക് വന്നിട്ട് മധ്യസ്ഥം പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ രണ്ടുപേരുടെയും വാദം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പിലെത്താം. അയാൾ നന്മയ്ക്ക് വേണ്ടി നടന്നു പോകുന്ന ആ നാടിനോടാണോ ഇയാൾ കൂടുതലെടുത്തത് എങ്കിൽ റഹ്മത്തിൻ്റെ മാലാക്കന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോട്ടെ. അതോ അയാൾ തിന്മ ചെയ്ത് വളർന്ന ആ നാട്ടിനോടാണോ ഇയാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എങ്കിൽ അയാളെ അദാബിൻ്റെ മാലാക്കന്മാരും കൊണ്ടുപോകട്ടെ. അങ്ങനെ ഒരു അടി അളന്ന സമയത്ത് ഒരൊറ്റ അടി കൊണ്ട് അദ്ദേഹം നന്മയുടെ ഭാഗത്തേക്ക് മുൻതൂക്കത്തിലായിരുന്നു. അദ്ദേഹത്തെ കാരുണ്യത്തിൻ്റെ മാലാക്കന്മാർ കൊണ്ടുപോയെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥ പറയാണ്. 100 ആളെ കൊന്നവര് സാഹസിലില്ല എന്ന് എനിക്കറിയാം, ഒരാളെപ്പോലും കൊന്നവരില്ലേ. അത്തരം മാരകമായ സബുൽ മൂബിഖാത്തൊന്നും ചെയ്തവർ സേറേതോരി സാഹസിലില്ലെന്ന് എനിക്കറിയാം. കള്ളസാക്ഷ്യം പറയുന്നവർ ഈ സാഹസിലില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് തോപ കിട്ടൂലേ? കിട്ടണ്ടേ? കിട്ടണം. ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ആ ആയത്തിന്റെ തുടക്കത്തെ പദാലോചിച്ച് നോക്കൂ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസികും. ആത്മീയമായി തെറ്റ് ചെയ്ത് സ്വന്തം ആത്മാവിനെ ഉപദ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട അടിയാറുകളെ ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശിതരാവരുത്. പിന്നെ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, അവനിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് തൗബ. അത് 27ാമത്തെ രാവിലെ നമ്മുടെ ഖലീൽ തങ്ങൾ പാപ്പാൻ്റെ നേതൃത്വത്തിൽ സ്വലാത്ത് നടക്കണം. അന്ന് ബഹുമാനപ്പെട്ടവർ ചൊല്ലിത്തന്നെ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിക്കരുത്, അത് നമുക്ക് വേറെ ചെയ്യാം. ഷഅബാനിൻ്റെ ബാക്കിയുള്ള രാത്രികളിൽ ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ട് പടച്ച റബ്ബേ ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തവനാണെന്ന് പറയണം. അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസിലുണ്ട്, തെറ്റുകളെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ, മറന്നട് പോകരുത്. അത് തെറ്റൊക്കെ ചെയ്തു നമ്മൾ മറന്നങ്ങനെ പോയി നമ്മളിപ്പോൾ നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പാടില്ല. വന്ന തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹം ഉണ്ടാവുള്ളൂ, ആ ഒരു വിചാരത്തിലേക്ക് നമ്മൾ ഉയരുള്ളൂ. നമ്മളതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിലോ നമ്മൾ വലിയ ശുദ്ധരാന്നും പറഞ്ഞിട്ടുള്ള നിസ്കാരം നോമ്പോയിട്ട് നമ്മളങ്ങനെ വലിയ ആളുകളായി നകളിപ്പിൽ നടക്കും. അതുണ്ടാകാൻ പാടില്ല. എണ്ണി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ മറന്നാലും മറക്കാത്തൊരു സോഫ്റ്റ്വെയറിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ. നമ്മൾ മറന്നാലും ഒരിക്കലും മറക്കാത്ത പ്രത്യേകമായ ഫോൾഡറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഫോൾഡറിൽ വൈറസ് വരൂല, ആ ഫോൾഡർ പൂപ്പൽ പിടിച്ചിട്ട് പ്രവർത്തനക്ഷമമല്ലാതാവൂല. അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ തരുന്നൊരു ദിവസമുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഇസ്വാഹാ. ഇതെന്തൊരു പുസ്തകമാണ് പടച്ചോനെ, ഞാൻ ചെയ്ത ചെറുതും വലുതും സ്വകാര്യമായതും പരസ്യമായതും കൃത്യമായി ഇതിൽ വർണ്ണിച്ചിട്ടുണ്ടല്ലോ, വിവരിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വല്ലാതെ ബേജാറാകുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ ഒരു ഫോൾഡറിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ, എത്തിയെന്നുറപ്പാ, അതിൽ നിന്നത് മായ്ച്ച് നന്മയുടെ ഫോൾഡറിലേക്ക് മാറ്റാൻ വേണ്ടി കൽബുരുകി മനസ്സ് പടച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ റബ്ബിലേക്ക് അടുക്കുക. അതിന് ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പം ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആത്മീയമായ മുന്നൊരുക്കം തൗബ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി നിയ്യത്ത് ശരിയാക്കണം. റമദാൻ വരുന്നുണ്ട്, പൂർണ്ണമായും ഞാനതങ്ങോട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ള ദൃഢമായൊരു നിയ്യത്ത് എടുക്കുക. അതൊന്നുമല്ല നേരം വെളുത്ത് ഇപ്പോൾ ആയോ മാസം കണ്ടോ, കണ്ടോല്ലേ, എന്താ പിഞ്ഞിഞ്ഞ് നോമ്പല്ലേ എന്നും പറയുന്ന ആ വയലിച്ചുണ്ടല്ലോ, അവിടെ നിന്ന് മാറാം. ഇന്നിപ്പോൾ കാണൂലേ, കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടി പണി ചെയ്യാണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ, ഇന്ന് മാറുക. കണ്ടിട്ടില്ലല്ലോ, ഇന്നിപ്പോൾ ഇനി പ്രതീക്ഷ ഒന്നും ഇല്ലല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടല്ലോ, അതിന്ന് വിടുക. നേരെ മറിച്ച് നോമ്പ് വരുന്നു, ഇപ്രാവശ്യത്തെ നോമ്പിനെ ഞാൻ കൃത്യമായി വിനിയോഗിക്കും എന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ഖുർആനോത്തിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. ഖുർആനോത്തിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം ആലോചിക്കേണ്ടി വരും. ഡെയിലി ഒരു 3 ജുസ് ഓതുകയാണെങ്കിൽ റമദാൻ കഴിയുമ്പോഴേക്ക് 3 ഖത്തം തീർക്കാൻ നമുക്ക് പറ്റും. ഡെയിലി 2 ഖത്തം തീർത്തിരുന്ന ഇമാം ഷാഫി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ കേട്ടോ, അത് മറക്കരുത്. എല്ലാ ദിവസവും 2 ഖത്തം തീർത്ത് ഇമാം ഷാഫി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. നോമ്പല്ലാത്ത സമയത്ത് നേരം വെളുക്കുമ്പോഴേക്ക് ഒരു കാമ്മ നിന്നിട്ട് 1 ഖത്തം തീർത്ത മൊയ്തീൻ ശൈഖ് തങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. സ്വന്തം ഖബർ കുഴിപ്പിച്ചിട്ട് അതിലിറങ്ങി നിന്ന് 300 ഖത്തം തീർത്ത മഹദിയാം നഫീസത്തുൽ മിസ്രിയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ.
അപ്പോൾ പരിശുദ്ധ റമദാനിൽ ഡെയിലി 3 ജുസ്, ഈ 3 ജുസ് അങ്ങനെ കൃത്യമായി നടത്തിപ്പോയ സംഗതി നടക്കില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ 3ഉം 5ഉം 7ഉം ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓരോ ആദ്യത്തെ ആ ഒരു ഉഷാറൊക്കെ കഴിഞ്ഞ് നമ്മളും നമ്മുടെ ജീവിത പരിപാടികളിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ സമയം കിട്ടാതെ വരും. അപ്പോഴേക്ക് ഈ സംഗതി കുറച്ച് സ്റ്റോക്ക് വേണം. ഇപ്പോഴും റമദാനിൻ്റെ 1-ാം ദിവസം ഒരു ഖത്തം തീർക്കുന്ന വയനാട്ടുകാരനാവുന്ന ചെറുപ്പക്കാരനെ എനിക്കറിയാം. 2-ാം ദിവസം 2ാമത്തെ ഖത്തം, 3-ാം ദിവസം 3ാമത്തെ ഖത്തം, പിന്നെ സാധാരണ ഒത്ത്. മൂപ്പരെന്താ ചെയ്യല്? ഫോണോടെ ഓഫാക്കും ഈ 3 ദിവസം. എന്നിട്ടൊരു പ്രത്യേകമായ സ്ഥലത്തിരിക്കും. നിസ്കാരം ജമാഅത്തിന് പോകും, സുന്നത്ത് നിസ്കരിക്കും, കയറി വരും, പിന്നെ ഖുർആനോത്ത്. അങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് അയാളുടെ ശീലം അതാണ്. കടയിലൊക്കെ ഇരുന്ന് ഖുർആൻ മനോഹരമായി ഉപയോഗപ്പെടുത്തുന്ന എത്ര നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ അടുത്തൊരു റമദാനിൽ ഞാനൊരു കടയിലേക്ക് ചെന്നപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ സഹോദരൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ നന്നായിട്ട് ഖുർആൻ ഓതുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ആളിനോട് ഒരു വല്ലാത്ത ബേജാറാണ്, കഴിഞ്ഞ കൊല്ലത്തെ അത്ര ഒന്നും എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ റമദാനിൻ്റെ 4-5 ദിവസമായിട്ടുള്ളൂ. അയാൾ ലാസ്റ്റ് ജുസിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ജുസിലെത്തിക്കണം. ഖുർആൻ കണ്ടാൽ നമുക്കറിയില്ല, ലാസ്റ്റ് ഇനി ഒരു 10-15 പേജും കൂടിയേ ഉള്ളൂ, ഏടെ ഉള്ളൂ. അപ്പോൾ മുപ്പര് പറയാം, അല്ലാ അങ്ങനൊന്നും പറയരുത്, ഞാൻ കഴിഞ്ഞല്ലോ ഓതി അത്ര ഒന്നും ഇപ്പം എത്തിയിട്ടില്ല, എന്താ കാട്ടുക, പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ എന്ന്. അപ്പം രാവിലെ ജോലിക്ക് പോയി എന്ന് വെച്ചാൽ, അല്ലെ പ്രത്യേകിച്ച് ഈ കച്ചവടം എപ്പോഴും ഒന്നും കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലോ. അസമയമല്ലാത്തതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ ഓതുന്നതിനെ പറ്റി ഒരു ധാരണയിലെത്തണം, നല്ല നിയത്ത് വെക്കണം, ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കണം, നോമ്പുമായി ബന്ധപ്പെട്ട അറിവ് സമ്പാദിക്കണം. സുന്നിവൈസഖയിലൊക്കെ റമദാൻ പതിപ്പാണ്, അത് വായിക്കണം തന്നെ പറയണത്. കാരണം നോമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അനുഷ്ഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് അതിൻ്റെ ആത്മാവ് അറിഞ്ഞിട്ടുള്ള നോമ്പനുഷ്ഠാനം. മഹാനായ ഇമാമിന ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകമായൊരു നോമ്പ് വിശദീകരണമുണ്ട്. ഇതൊക്കെ അത് സംഗ്രഹിച്ച് സുന്നിവൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മളീ നടത്തുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണപാനീയ മൈഥുനാദികളിൽ നിന്ന് മാറിക്കലല്ല ഇമാമുന ഗസാലി പറയണ നോമ്പ്. നേരെ മറിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഹറാമിൽ നിന്ന് മാറ്റി നിർത്തലാണ്. അപ്പോഴേ ഇൻസാക്ക് എന്നുള്ള സൗമിൻ്റെ അർത്ഥം അങ്ങോട്ട് ഫലപ്രദമുള്ളൂ. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുക. ആ ഒരു നോമ്പിൻ്റെ നിർവചനം അനുസരിച്ച് നമ്മളൊരു ഹറാമ് കണ്ട കണ്ണിൻ്റെ നോമ്പ് മുറിഞ്ഞ്, നമ്മളൊരു ഹറാമ് സംസാരിച്ചാൽ നമ്മുടെ നാക്കിൻ്റെ വായയുടെ നോമ്പ് പൊട്ടിപ്പോയി. ഒരു ഹറാമ് കേട്ടാലോ നമ്മുടെ ചെവിയുടെ നോമ്പും പോയി. സൂറത്ത് അൽ ഇസ്രാഇന്റെ 36-ാമത്തെ വാക്യം മറക്കരുത്. ഇന്നസം അവൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ ഓരോ പാർട്ടിനെയും കുറിച്ച് ചോദ്യം ചെയ്യും. എന്നിട്ട് ഈ ശരീരഭാഗങ്ങളാണല്ലോ വിശദീകരിക്കുക. സൂറത്ത് യാസീനിന്റെ 65-ാമത്തെ ആയത്ത് നമ്മൾ പലപ്പോഴും ഓതുന്നതാ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീല വെക്കും. വതുകല്ലിമുന ഐദീഹിം, കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകൾ അതിൻ്റെ സാക്ഷി നിൽക്കും. ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്തരം മനുഷ്യന്മാര്, പാവപ്പെട്ടവന്മാര്, ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ച അന്തം വിട്ടവര് ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അവരിങ്ങനെ പരസ്പരം പറയും, വേറെ ആളുകളോടല്ല, സ്വന്തം ശരീരത്തോട് ചോദിക്കും, എന്തിനാ അലിമ ഷുഹിത്തും മലയിന, നമുക്ക് പ്രതികൂലമായി നിങ്ങൾ എന്തിനാ സാക്ഷി നിന്നത്? അതുകൊണ്ടാണല്ലോ ഇപ്പം നരകത്ത് പോണ്ടി വന്നത്. കൈ സംസാരിച്ചത് എന്തിനാ? കാല് സാക്ഷ്യം വഹിച്ചത് എന്തിനാ? ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉള്ളതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്തിനാ? അതുകൊണ്ടല്ല ഇപ്പം നമ്മൾ നരകത്ത് പോയത് എന്ന് ചോദിക്കും. അസമയം ശരീരഭാഗങ്ങൾ പ്രതികരിക്കൂ അത്രേ. അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കള്ളസാക്ഷ്യം പറയാൻ പറ്റുമോ റബ്ബിന്റെ കോടതിയിൽ? നടക്കൂലല്ലോ. അപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും പടച്ച റബ്ബ് പ്രത്യേകമായി ചോദ്യം ചെയ്യും. അപ്പൊ കണ്ണുകൊണ്ട് കണ്ടാൽ നോമ്പ് മുറിയുന്ന തന്നെ ഇമാമുന ഗസാലി തങ്ങൾ പറയാം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, പിടിച്ചു വെക്കുക എന്നാണ്. എന്തിനെ പിടിച്ചു വെക്കുക? സാധാരണഗതിയിൽ ഭക്ഷണപാനീയങ്ങളെ പിടിച്ചു വെക്കുക നമ്മൾ മനസ്സിലാക്കുന്നത്. ഇമാമുന ഗസാലി തങ്ങൾ പറയണം അതൊക്കെ ഒരു നോമ്പാണ്. പക്ഷെ ഒറിജിനൽ നോമ്പ് എന്താവണം? ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും, മനസ്സിനെയും, വയറിനെയും, വായയെയും, ലൈംഗിക അവയവങ്ങളെയും പരിശുദ്ധ റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ഹറാമിൽ നിന്ന് പിടിച്ചു നിർത്തലാണ്.
അപ്പൊ ഖുർആൻ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം പറയണത് നമുക്കവിടെ അനുഭവപ്പെടുകയും ചെയ്യും. സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വാക്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്നും പറഞ്ഞ് നോമ്പിന്റെ നിർബന്ധത്തെ കുറിച്ച് പറയുന്ന ആ ആയത്തിന്റെ ലാസ്റ്റ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി എന്നാണ്. ഗസാലിമാ പറഞ്ഞ ഈ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ തഖ്വയിലേക്ക് എത്തുന്നത്. കാരണം തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനം ഇംതിസാലു അംരില്ലാഹി വജ്തിനാബു നവാഹി. തഖ്വയുടെ ബേസ് മോഡൽ അതാണ്. തഖ്വയുടെ ഏറ്റവും അടിസ്ഥാന രൂപം അതാണ്. എന്ത്? കൽപ്പനകളെ മുഴുവനും പാലിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന്. അപ്പൊ നമ്മുടെ തഖ്വയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ കൽപ്പനകളും പാലിക്കണം, വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് നോമ്പ് കാലത്ത് സാധ്യമാണ്. മൗന ഗസാലി പറഞ്ഞ നോമ്പെടുക്കുന്ന സമയത്ത് ഒരു തെറ്റും സംഭവിക്കൂല. അപ്പൊ നമ്മൾ തഖ്വക്കാരാകും. എന്തിനു നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വക്കാരായി മാറാൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നിയ്യത്ത് ഗംഭീരമായി ഉറപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുആ ശീലാക്കണം. കുല്ലായ ഉബൗബിക്കും റബ്ബി ലൗലാ ദുആഉക്കും 25-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അങ്ങനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല, മെയിൻറ്റ് ചെയ്യൂല എന്ന്. അപ്പൊ എല്ലാം നേടിയെന്നാണ് ഭാവം. എന്നാലും അത് നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിനെ സിറാത്തുൽ മുസ്തഖീം നമ്മൾ എത്ര പറയുന്നുണ്ട്? നമ്മളൊക്കെ നേരായ പാതയിലേ അല്ലേ? 100% അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ നേരായ പാതയിലേക്ക് ക്ഷണിക്കണേ, ചേർക്കണേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൽ ഞങ്ങളെ നിലനിർത്തി തരയണമേ എന്നാ. കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ഫാൻ ആവുന്ന ഇടണമെന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഇടേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ എന്തിനാ പിന്നെയും ഞങ്ങളെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിർത്തണേന്ന് പറയണത്? അതിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു പരിപാടിയും ഞങ്ങളെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി തരരുത് എന്ന്. അങ്ങനെ വരുമ്പോ പ്രാർത്ഥന ഞാനൊക്കെ നേടിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, എനിക്ക് ആ ദുന്യാവൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ നമുക്ക് എത്ര ഒക്കെ ഉള്ളത്? പൂർവികരാകുന്ന മഹാന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവർ 6 മാസം നോമ്പ് എത്തിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കരളുരുകിയിട്ട്. ആയോ 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 എന്ന് എഴുതിയിട്ട്. പറ്റ ദാരിദ്ര്യം കൊണ്ട് ജീവിച്ചിരുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പൂർവികരാലോചിച്ച് നോക്കൂ. നോമ്പ് വരുന്നതിന്റെ മുമ്പ് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ നോമ്പിനെ കുറിച്ച് ചർച്ച വരണം. കുട്ടികൾക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണെന്നുള്ള ബോധത്തിലേക്ക് വരണം. മദ്രസ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, അതിനേക്കാൾ ചെറിയ കുട്ടിക്ക് നോമ്പ് വരുന്നുണ്ട്. ആ നോമ്പ് തുറക്കൊക്കെ ഇത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ന്യായം അതാണ്. കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷാനുഭവമായിട്ട് നോമ്പ് മാറണം. റസൂലുള്ളാഹി തങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിൽ സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ര, നോമ്പ് തുറക്കുമ്പോഴൊരു സന്തോഷം. എല്ലാ വിഭവങ്ങളും മുന്നിൽ വെച്ചിട്ടല്ല, പടച്ച റബ്ബേ ഞാൻ ഇതുവരെയും നോമ്പെടുത്തല്ലോ, ഓ അതിന് എനിക്ക് തൗഫീഖ് കിട്ടിയല്ലോ എന്നുള്ള വല്ലാത്തൊരു സന്തോഷം. പിന്നെ അതുവരെയും പിടിച്ചു നിന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികം സന്തോഷം വരും. ഇങ്ങനെ വലിയവർക്ക് സന്തോഷം. ചെറിയ കുട്ടികൾക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യ, നോമ്പിന്റെ സ്പെഷ്യൽ. അപ്പൊ നോമ്പ് വരട്ടെ എന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നോമ്പ് വരട്ടെ എന്നവർ ആഗ്രഹിക്കും. ആ ഒരു ബോധത്തിലേക്ക് കുട്ടികളെ വളർത്താനാണ് നോമ്പ് വരാട്ടാ, നോമ്പ് വരാട്ടോ. അവര് ഉമ്മ നനച്ചുള്ളിയൊക്കെ നടത്തിയെടുത്തേക്ക് കാലകേകാതെ കയറുണ്ടെങ്കിൽ ഇനി കയറരുത്, നോമ്പ് വരുന്നുണ്ട്, വീട്ടിലെ അഴുക്ക് പാടില്ല, പൊടി പാടില്ല. അപ്പൊ നോമ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം അവരുടെ ഉള്ളിൽ ഇപ്പോഴേ നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ അവർ ജീവിതത്തിലുടനീളം നോമ്പിനെ മാനിക്കും. അപ്രകാരം തന്നെ നോമ്പ് കാലത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വതക്ക. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സദക്ക ചെയ്യാത്തൊരു ദിവസം കഴിഞ്ഞു പോകരുത്. ആ ഒരു സദക്കയുടെ കൂമ്പാരം നമ്മെ കൈപ്പിടിക്കാനെത്തണം. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സംഗതിയിൽ നിന്ന് ഇത്തിരി ആർക്കെങ്കിലുമൊക്കെ നൽകിയെങ്കിൽ, അർഹനായ ആൾക്ക് നമ്മളത് കൊടുക്കുന്നുവെങ്കിൽ അതിൽ കുറവല്ല ഉണ്ടാകുക, വർധനമാണ് ഉണ്ടാവുക. ഒരു രോഗം വരുന്നത് കൊണ്ട് മാറി കിട്ടിയാൽ മതിയില്ലേ? ഒരു രോഗത്തിന് കൊടുക്കേണ്ട ലക്ഷങ്ങൾ ലാഭം കിട്ടാൻ 10 രൂപയുടെ സദക്ക കാരണമായാൽ നമുക്ക് ആർക്കാ ലാഭം? അസദക്കത്തു അങ്ങനെയല്ല പറയൽ, ബലാഇനെ തട്ടിക്കളയും സദക്ക എന്നാണ്. അപ്പൊ അതുകൊണ്ട് വർധനമാണ് ഉണ്ടാവുക. വർദ്ധിക്കട്ടെ എന്ന് എഴുതിയിട്ട് കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. വർധനമൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് ആഖിറത്തിലാണ്. എന്തൊക്കെയാ നന്മക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തോരാ പരീക്ഷണം ഉണ്ടാവുന്നു. അയാളെ പിന്നെയും അള്ളാഹു ഈമാൻ കൂട്ടിക്കൊണ്ടിരിക്കുക പരീക്ഷണം കൊടുത്തിട്ട്. 5 വക്തും ജമാഅത്തിന് തന്നെ പോകുന്ന സാധു മനുഷ്യന്റെ കച്ചവടം അങ്ങനെ വയന്നു നിൽക്കണ്. ജുമഅക്ക് വരെ പള്ളിയിൽ വരാത്ത ചങ്ങാതിന്റെ കച്ചവടം വെച്ചടിക്ക് കയറിക്കൊണ്ടിരിക്കണ്. ഇത് സംഭവിക്കും. പടച്ച റബ്ബ് 2 പേരെയും പരീക്ഷിക്കുകയാണ്. ഒരാൾക്ക് അഭിവൃദ്ധി കൊടുത്തിട്ട് ഒരാൾക്ക് വലിയ പുരോഗതി ഒന്നും കൊടുക്കാതെ.
എന്തുകൊണ്ടാണിത്? കുറച്ചു കാലത്തെ ജീവിതത്തിൽ ആര് ക്ഷമിക്കുന്നു നോക്കുകയാണ് റബ്ബ് തആല. മരണത്തോടുകൂടെ ഒരു ജീവിതം വരുന്നുണ്ട്. ആ ജീവിതത്തിന്റെ പ്രത്യേകത മരണമില്ല എന്നുള്ളതാണ്. മരണത്തോടെ സംഭവിക്കുന്ന മരണമില്ലാത്ത ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയത്തിനാണ് റബ്ബ് വിശ്വാസിയെ പാകപ്പെടുത്തുന്നത്. അതിനാണ് നോമ്പ്, അതിനാണ് സ്വതക്ക. ദിക്റുകൾ വർദ്ധിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅ്തു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ നേതാവ്. ദുആൽ കർബ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മുഹമ്മദ് നബി തങ്ങളുടെ അടുത്തേക്ക് എന്ത് പ്രശ്നത്തിന് എന്നാലും ദുആൽ കർബ് ചെല്ലാൻ പറയും. അങ്ങാടിപ്പുറം ബ്ലോക്കിൽ നിന്ന് ഞാനൊക്കെ സ്ഥിരം രക്ഷപ്പെടുന്നത് ഈ വൈലോങ്കര അപ്പുറത്തുമ്പോൾ മുതൽ ദുആൽ കർബ് തുടങ്ങിയിട്ടാണ്. ഒരു മിനിറ്റ് നിൽക്കാതെ അങ്ങനെ പോയി കിട്ടും. ഇതുവരെ അതാണ് അനുഭവം. അത് തുറന്നു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സബ്ജക്റ്റീവായ വിഷയമാണ്. അതങ്ങനെ തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദുആഉൽ കർബ് അള്ളാന്റെ റസൂൽ ഒരു പഠിപ്പിച്ചതാണ്. അത് ചൊല്ലി രക്ഷപ്പെടാതിരിക്കൂ. പിന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി നിൽക്കാൻ ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനം ബാധ്യതകൾ തീർക്കുക എന്നാണ്. വീട് പണിൻ്റെ അന്നുള്ള ബാധ്യത ഒക്കെ ഉണ്ട്. വീട് പണിക്ക് ബിരിയാണി വെച്ചുകൊണ്ടുവന്ന ആ സാധുവിനുള്ള പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വീട് പുതുക്കി പണിയാൻ സമയമായി. ഇങ്ങനൊന്നും നമ്മളാകാൻ പാടില്ല. കരാറ് പാലിക്കുന്നവരാണ് വിശ്വാസികൾ. നിവൃത്തികോടുകൊണ്ടാണെങ്കിൽ അതെല്ലാവരും മനസ്സിലാക്കും. ഈ കിട്ടാനുള്ളവനും അത് മനസ്സിലാക്കും. പക്ഷെ എല്ലാ ആർഭാടവും നടക്കുന്നുണ്ട്. അന്നത്തെ ബിരിയാണിൻ്റെ പൈസ എപ്പോഴും കൊടുത്തിട്ടില്ല. പക്ഷെ വീടിൻ്റെ മുന്നേ തൂണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10-15 തൂണുണ്ടാക്കുന്നുണ്ട്. എന്തിനാ തൂണ്? കുരുമുളക് കയറ്റാൻ പറ്റുമോ? വെറ്റില കൊടി ഇടാൻ പറ്റില്ല. പിന്നെ തൂണിന് വേണ്ടി കുറേ തൂണ് അത്ര തന്നെ അതുണ്ടാക്കുന്നുണ്ട്. പക്ഷെ വീട് ആദ്യം ഉദ്ഘാടനം ചെയ്ത് 20 കൊല്ലം മുന്നത്തെ ഫംഗ്ഷന് ബിരിയാണി ഉണ്ടെന്ന സാധുവിന് എപ്പോഴും ഫുള്ളായിട്ട് പിരിച്ചുവിട്ടിട്ടില്ല. ആ കഞ്ഞിച്ചാണ് മറന്നാളെന്ന് പറയാനാ. പൗതി ഞാനും വിട്ടു, പൗതി ഇജ്ജും വിട്ടു, ഇപ്പോൾ പൂർണ്ണമായിട്ട് പോയില്ലേന്ന് പറയാനാ. ബാധ്യതകൾ മൊത്തം തീർക്കണം. പ്രത്യേകിച്ച് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടത്. പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട ബാധ്യത നമ്മളിങ്ങനെ തീരണേ റബ്ബേ എന്ന് പറയണയുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, പടച്ച റബ്ബിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നമ്മൾ പറ്റിച്ച് ബാധ്യതപ്പെടുത്തി നിർത്തുകയാണെന്നുള്ളത്. അപ്പം അയാളോടുള്ള ബാധ്യത തീർന്നാലേ നമ്മൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ വരണ്ടേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ ആരോഗ്യപരമായി വളരെ മഹത്തായ ഒരു കർമ്മമാണ്. അത് സംബന്ധമായ വിദഗ്ധരൊക്കെ പറഞ്ഞതാണ്. ഇന്ന് റമദാന്റെ മുന്നോടിയായി ഇപ്പം ഇറങ്ങും 1-2 എക്സുകളുടെ ക്ലിപ്പ്. എല്ലാ കൊല്ലവും വരുന്നതാണ്. 2-3 എക്സുകൾ ഇപ്പം ഇറങ്ങും. ആരിഫ്, പിന്നെ ലിയാഖത്ത്, ഇങ്ങനത്തെ കുറച്ച് എക്സുകൾ ഇപ്പം ഇറങ്ങും. നോമ്പ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയെ പോലെയാണ്. നോമ്പ് നിർവഹിക്കുന്നതോടുകൂടി അനേകരായ ആളുകൾ മരണപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചറപ്പേ റമദാൻ കഴിഞ്ഞാൽ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഉണ്ടാവും ഇന്ത്യയിൽ നിന്ന് മരിച്ച എത്രയും ആളുകൾ എന്ന് പറഞ്ഞ ലിസ്റ്റ്. പണ്ടുണ്ടായില്ലേ ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് അമ്മാനിലെത്തിയ മലയാളികൾ എന്ന് പറഞ്ഞൊരു പേജ്. അപ്രകാരം റമദാൻ കഴിഞ്ഞാൽ ഉടനുണ്ടാവും റമദാനിൽ മരിച്ച ഇന്ത്യക്കാരുടെ കണക്ക്, ആഫ്രിക്കക്കാരുടെ കണക്ക്. നമ്മുടെ വീട്ടിലൊക്കെ 5 വയസ്സുള്ള കുട്ടി നമ്മൾ നിർബന്ധിപ്പിച്ച് വേണ്ടാന്ന് പറഞ്ഞാലും നോമ്പെടുക്കണ അനുഭവത്തിനുണ്ട്. എന്തെങ്കിലും പറ്റിയോ? ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നോമ്പ് എടുത്തിട്ട് 4-5 മണിക്കൂർ പന്ത് കളിക്കണില്ല. എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇതുവരെ നോമ്പെടുത്തു എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഓലും കേട്ടോ ഇറങ്ങും. ഓർക്ക് ഭയങ്കര വിഷമാണ്. മുഅ്മിനീങ്ങൾ നോമ്പെടുത്തിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വയ്യോർക്ക്. കേരളത്തിലൊക്കെ റമദാൻ കാലത്ത് എത്ര എല്ലാ പള്ളിക്ക് എത്രയാണോ മയ്യത്ത് മറവാറല്ല. ഡെയിലി ഒരു 10-20 മയ്യത്ത് ഇങ്ങനെ മറവാടും. എന്താ കാര്യം എന്ന് പറയാം? നോമ്പ് വെച്ചിട്ട് മരിച്ചോല്. ഓലൊക്കെ ഏത് സങ്കല്പ ലോകത്താണ് ജീവിക്കണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അതൊരു പരിസരമൊക്കെ ഒന്ന് മാനിച്ചിട്ട് വേണ്ടേ? ഈ ചങ്ങാതി എക്സ് ആണീൻ്റെ മുമ്പ് ഫുള്ള് നോമ്പെടുത്തേക്കണം. എന്നിട്ടോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സ് ആകാൻ പറ്റുമായിരുന്നോ? ഇതാണ് പ്രശ്നം. അപ്പോൾ ആത്മീയമായി നമ്മൾ എത്ര പുരോഗതി പ്രാപിച്ചാലും അതിനെ ഒരിക്കലും സഹിഷ്ണുതയോടെ കാണാൻ പറ്റാത്ത എക്സുകളുണ്ട്, അതല്ലാത്തവരുണ്ട്. എല്ലാവരുടെയും കുതന്ത്രങ്ങളും കുപ്രചാരണങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ എന്താണ് ഹക്കായ ദീനെന്ന് മനസ്സിലാക്കി പൂർണ്ണമായ സംതൃപ്തിയോടുകൂടെ റമദാനെ സ്വീകരിക്കാനും അങ്ങനെ തന്നെ യാത്ര അയക്കാനും നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാനും ഇതുവരെ നടന്ന എല്ലാ റമദാനുകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇനിയും ധാരാളം റമദാനുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ആത്മാഭിമാനത്തോടെ പറഞ്ഞയക്കാൻ അള്ളാഹു നമുക്ക് ബന്ധുമിത്രാദികൾക്ക്, സ്നേഹജനങ്ങൾക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദീനീ പ്രവർത്തകർക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് നേരത്തെ വേർമാഷ് പറഞ്ഞതുപോലെ ഇനി റമദാൻ്റെ ശേഷമാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാകുക. അനന്തമായ നീളൂല ഉടനെ ഉണ്ടാവില്ല സാർ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവണം. അസ്സലാമു അലൈക്കും.